കൊല്ലം സ്കൂൾ തുറക്കുമ്പോൾ ഈ വീടി മറ്റെല്ലാ ഉദ്യോഗസ്ഥന്മാരും സ്കൂളിൽ പോയി ബ്രേക്ക് ചവിട്ടി നോക്കൽ, വണ്ടിയുടെ അടിയിൽ പോയി നോക്കൽ, പ്ലാറ്റ്ഫോം നോക്കൽ എല്ലാം ചെയ്യണം. അതിലിപ്പോൾ അപകടത്തിന് ഒരു കുറവുമില്ല. ഇപ്പോൾ മൊബൈൽ എടുത്ത് നോക്കിയാലും പേപ്പർ എടുത്ത് നോക്കിയാലും സ്കൂൾ വണ്ടി മറിഞ്ഞു, അവിടെ ഇങ്ങനെ മറിഞ്ഞു, ഇവിടെ ഇങ്ങനെ മറിഞ്ഞു ഒക്കെയുള്ള പരാതികൾ കേൾക്കണം ഇല്ലേ. അതിനിടയ്ക്ക് ഗണേഷ് കുമാർ സാറ് പറഞ്ഞു ബസ് മലത്തെ എല്ലാ ലൈറ്റ് എടുത്ത് കളയും. എല്ലാ ലൈറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് വെച്ച് ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ. അപ്പോൾ ഈ KSRTC ലൈറ്റുകളില്ലേ വേറെ, ഞാൻ നന്നായിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. അതാദ്യം പഠിക്കും. അവൻ്റെ കാര്യം മണ്ണിൽ പൂത്തി വെച്ചിട്ട് അപ്പുറത്ത് കൂടെ പോകണ മന്താന്ന് വിളിച്ചാൽ എല്ലാം നടക്കും. ആദ്യം നമ്മുടെ ഭാഗം ക്ലിയറാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. അതാണ് വേണ്ടത്. ടൂറിസ്റ്റ് ബസ്സുകാർ ഭാഗങ്ങൾ ആദ്യം സ്റ്റിക്കറും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് സ്റ്റിക്കർ പാടില്ല എന്ന് പറഞ്ഞായിട്ട് എന്തോരം കഷ്ടപ്പെട്ട് ചിലവർ കെട്ടുതാലി വരെയും പണയം വെച്ചിട്ടൊക്കെയാണ് ഇത് ബസ് ഇറക്കിയേക്കുന്നത്. ഒന്നാലോചിക്കുക ആ സിറ്റുവേഷൻ അന്നത്തെ അല്ലേ. ഇത് ഈ മന്ത്രി ഗണേഷ് കുമാറിന് അറിയാം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് ഓടിച്ചിട്ട് എന്നിട്ട് കിട്ടാൻ പോണതെന്നും അറിയാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ബോംബെക്ക് ട്രിപ്പ് പോയി. ഞാൻ ലോറി ഓടിക്കുന്ന ഡ്രൈവറാണ്. RTO ചെക്ക് പോസ്റ്റ്, പോലീസ്, GST എല്ലാവരും വഴിയിലുണ്ടാവും. പോലീസുകാർ മൊത്തത്തിൽ ആരും കുറ്റം പറയില്ല, പക്ഷെ പിടിച്ചു പറയണം. മഹാരാഷ്ട്ര പോലീസ്, കർണാടക പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കേസിനും കാര്യങ്ങൾക്കൊക്കെ വന്ന് പഠിച്ചവർ കൂടി അവരും തുടങ്ങി പിടിച്ചു പറി. തമിഴ്നാട്ടിലുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്തിനാ ഇവർക്ക് ഈ ശമ്പളം കൊടുക്കണത്? ശമ്പളവും കൊടുക്കുന്നുണ്ട്, വണ്ടിക്കാരെ പിടിച്ചിരുത്തി കാശും മേടിക്കുന്നുണ്ട്. ചായ കുടിക്കാൻ ചിലപ്പോൾ കാശുണ്ടാവുള്ളൂ, ആ കാശ് വരെ ഒരു മേടിച്ചെടുക്കും. ഇതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന പിടിച്ചുപറി. അതിനിടയ്ക്ക് കള്ളന്മാർ, കൊള്ളക്കാർ ഇവരൊക്കെ വേറെ. ഇതൊക്കെ വണ്ടി ഓടി കഴിഞ്ഞ് എന്ത് കിട്ടാൻ പോകണം? ഇതിട്ട് കിട്ടണത് ഡീസലിനാണെങ്കിൽ ഇത്ര കാശ്, എങ്ങനെ ജീവിക്കും? അപ്പോൾ ആദ്യം നമ്മൾ നന്നാവുക, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. അതാ വേണ്ടത്. ലൈസൻസ് പിടിച്ച് അത് വണ്ടി ലൈറ്റുകൾ, KSRTC ലൈറ്റുകളില്ലേ ഇല്ലേ, അപ്പോൾ അതൊക്കെ ആദ്യം ക്ലിയറാക്കുക, എന്നിട്ട് മറ്റുള്ളവന്മാരെ തോളത്ത് കയറി. അതാ വേണ്ടത്. അല്ലാതെ നമ്മുടെ കാലിൽ മണ്ണി പൊത്തിച്ചിട്ട് മറ്റുള്ളവരെ വന്നാൽ വെച്ചിട്ട് യാതൊരു അർത്ഥമില്ല. നമുക്ക് കേരളം നല്ല അറിവും കാര്യങ്ങളുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കേരളത്തിൽ എന്നിട്ട് നടന്നുകൊടുക്കുന്നത് വിഡ്ഢിത്തങ്ങൾ മാത്രമേ കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. നല്ലത് പറയുന്നവൻ പൊട്ടൻ, വിഡ്ഢിത്തരം കാണിക്കുന്നവൻ നല്ലവൻ എന്നായി ഇപ്പോൾ കേരളം എന്നല്ല ഒരു സ്ഥലങ്ങളൊക്കെ.
അറിവുള്ളവൻ ഏറ്റവും വിഡ്ഢിത്തരം കാണിച്ചു വിട്ടു. അറിവില്ലാത്തവൻ നേരെ വഴിക്ക് പോയാൽ അവൻ വിഡ്ഢി. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ നോക്കി. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ശരി. പതിനാല് സെക്കൻഡ് നോക്കിയാൽ ആ പുരുഷനെ പിടിച്ച് അകത്തരണമെന്ന് പറയുന്ന നാട്. പുരാണങ്ങളിലുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ ആ വ്യക്തിനെ പിടിച്ച് അകത്തിടേണ്ട നാട്. എങ്ങനെയായി നമ്മുടെ മഹാരാജ്യം. ഭക്ഷണം കഴിക്കുന്നവൻ അവൻ്റെ കാശെടുത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് അതിന് വിലക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ചിന്തിക്കുമ്പോൾ നമ്മളും അവരെ പോലെ ആവാൻ പോകും. അവർ പറയുന്ന മുയലിന് 3 ചെവി, 2 ചെവി എന്ന് പറയാൻ പാടില്ല. 2 ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിടിച്ചകത്തിടും. അവനെന്ത് പറയുന്നുവോ അത് നമ്മൾ പറയാം. അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ നാട്. ഈ നാടിനെ എങ്ങനെ രക്ഷിക്കുമോ എന്ന് നോക്കിയാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ്, നാമക്കല്ല്. വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്, അപ്പോൾ അതിനുവേണ്ടി നിർത്തിയേക്കാണ്. ചെന്നൈക്കാ ലോഡ്, എറണാകുളത്ത് നിന്ന് കയറ്റിയതാണ്. അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് പോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ ബൈ.